നമസ്കാരം. ശബരിമലയിൽ ദ്വാരപാലക ശില്പപീഠം കാണാതായെന്ന ആരോപണം ഉന്നയിച്ച സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് അവ കണ്ടെത്തുമ്പോൾ ഉയർന്നത് ശബരിമലയിലെ സുരക്ഷാ പ്രശ്നങ്ങളാണ്. എന്തും അവിടെ നടക്കുമെന്നതിന് തെളിവാണ് ഈ സംഭവം. സ്പോൺസർഷിപ്പിന്റെ മറവിൽ ശബരിമലയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നതിന് തെളിവാണിത്. ആരോപണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. താൻ മറവി രോഗിയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. എന്നാൽ മറവി രോഗമാണെങ്കിലും ആ പീഠം എവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് അക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചില്ലെന്ന ചോദ്യം പ്രസക്തമാണ്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കും. മോഷണ കേസ് പോലീസ് എടുക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകും. സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി താൻ സ്വന്തമായി എത്തിക്കാമെന്നാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം അധികൃതരെ അറിയിച്ചത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വ്യവസ്ഥയുണ്ടെന്നും അത് ഒരു വ്യക്തിയുടെ കൈവശം കൊടുത്തുവിടുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുകയേ വേണ്ടെന്നും ദേവസ്വം അധികൃതർ മറുപടി കൊടുക്കുകയായിരുന്നു. അപ്പോഴും മതിയായ സുരക്ഷാ ക്രമീകരണം ഉണ്ടായിരുന്നില്ല. ദേവസ്വം വിജിലൻസ് SIയുടെ സാന്നിധ്യത്തിൽ ഇന്നോവ കാറിലാണ് കൊണ്ടുപോയത്. ചെന്നൈയിൽ ഇവയുടെ അറ്റകുറ്റപ്പണി പൂർത്തിയായ ശേഷമാണ് 2019 നൽകിയ സ്വർണം പൂശിയ പീഠങ്ങൾ കാണാനില്ലെന്ന ആരോപണവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തിയത്. ഈ ആരോപണം എന്തിനു വേണ്ടിയാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. പീഠങ്ങൾ മഹസറിലെ റൂമിലോ ഇല്ലാതെ വന്നതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സംശയമാണ് നീണ്ടത്. വർഷങ്ങൾക്ക് മുൻപ് സന്നിധാനത്തെ പൂജാരിമാരെ സഹായിക്കാനാണ് അദ്ദേഹം എത്തിയത്. കേരളത്തിന് പുറത്ത് ശബരിമലയുമായി അടുത്ത ബന്ധമുള്ളയാൾ എന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അങ്ങനെ വളരുകയും ചെയ്തു. ശബരിമലയിൽ പൂജാരിമാരെ സഹായിക്കാനെത്തി ശബരിമലയിലെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ഇനി വിശദ അന്വേഷണം നടക്കും. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലാണ് ചെമ്പുപാലുകൾക്ക് സ്വർണം പൂശിയത്. ആ കാലത്ത് തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചിരുന്നു. ഇവ ജീവനക്കാരനായ കോട്ടയം ആനിക്കാട് സ്വദേശി വാസുദേവൻ വഴി ശബരിമലയിലേക്ക് എത്തിച്ചുവെങ്കിലും അളവില്ലാത്ത വ്യത്യാസം കാരണം സ്ഥാപിക്കാനായില്ല. പിന്നീട് എവിടെയാണെന്നത് അറിയില്ലെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത്. എന്നാൽ വാസുദേവൻ തന്നെ ഇത് സൂക്ഷിക്കുകയായിരുന്നു. സ്വർണ്ണപ്പാളി വിവാദം വന്നതോടെ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചു. തുടർന്ന് പീഠം സഹോദരിയുടെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു. പീഠം കാണാതായതിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വിജിലൻസ് SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണമാണ് നടത്തിയത്. എല്ലാ വർഷവും ദുബായിൽ നിന്നും ഒരു ടീമിനെ കൊണ്ടുവന്ന് ശബരിമലയിൽ അന്നദാനം നടത്താറുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. മകരവിളക്കിനോട് അനുബന്ധിച്ചാണ് ഇതെല്ലാം. തമിഴ്നാടുകാരനായ ഭക്തന്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമുകൾ തുറന്ന് പരിശോധന നടത്തിയിരുന്നുവെങ്കിലും പീഠം കണ്ടെത്താനായില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം, പുള്ളിമാത്തിലെയും ബംഗളൂരുവിലെയും വീടുകളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം വീട്ടിൽ കൊണ്ടുവന്നത് ഈ മാസം 25-നാണെന്ന് സഹോദരി മിനി ദേവി പറഞ്ഞു. ഷീൽഡ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. ശനിയാഴ്ച 2 വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് എടുത്തുകൊണ്ട് പോയതെന്നും മിനി ദേവി പറഞ്ഞു. പീഠം കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണമാണ് നടത്തിയതെന്നും തുടർന്നും ഏത് രീതിയിലുള്ള അന്വേഷണത്തെയും ബോർഡ് സ്വാഗതം ചെയ്യുന്നുവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നതായും ഇവ കാണാതായെന്നുമാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിച്ചിരുന്നത്. ആരോപണങ്ങൾക്ക് പിന്നാലെ ഹൈക്കോടതിയാണ് പീഠങ്ങൾ കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെ ഇദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും ബംഗളൂരുവിലെ വീട്ടിലും പരിശോധന നടത്തി. പരിശോധനകളിൽ കാണാതായ പീഠത്തെ സംബന്ധിച്ച് സൂചന കിട്ടിയിരുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു ചെമ്പുപാളുകൾക്ക് സ്വർണം പൂശിയിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചു കാണാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ചെന്നൈയിലെ സ്ഥാപനം തന്നെയാണ് പീഠം നിർമ്മിച്ചത്. 3 പവൻ സ്വർണമാണ് ഉപയോഗിച്ചത്. മറ്റ് ലോഹങ്ങൾ കൂടി ചേർന്നതായിരുന്നു പീഠം. കോവിഡ് നിയന്ത്രണങ്ങളുള്ള സമയമായതിനാൽ ഒരു കൂട്ടം ഭക്തരെ ഏൽപ്പിച്ച് സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു. എന്നാൽ പീഠം ഘടിപ്പിക്കുന്ന വേളയിൽ അളവിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ ഇദ്ദേഹത്തെ അറിയിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നാണ് സ്പോൺസർ അന്ന് പറഞ്ഞത്. പീഠം നൽകിയതായും അളവിലെ വ്യത്യാസം കാരണം ദ്വാരപാലക ശില്പത്തിൽ ഘടിപ്പിക്കാൻ സാധിച്ചില്ലെന്നും മാത്രമാണ് അറിയാനായതെന്നും അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ ബന്ധുവീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഇതിന് പിന്നിൽ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഉണ്ടായേക്കും.